Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞേ? ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് അല്ലേ പറഞ്ഞത്. അതിലെ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? ലാസ്റ്റ് പോയിന്റ്, ഏഴാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയാനുള്ളത് ഏഴാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നേ? ദ പ്രൊവിഷൻ മെൻഷൻഡ് അണ്ടർ, ആ ഒരു പാരഗ്രാഫ് ഒടിക്കല്ലേ നമുക്ക് എടുക്കേണ്ടത്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പാരഗ്രാഫ് നോക്കിക്കോട്ടോ. അപ്പൊ നമ്മളെ ഒരു ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അവിടെ വേണ്ട അറേഞ്ച്മെന്റ്സ്, കാര്യങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ആപ്ലിക്കൻസിനോട് ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലവും ഇതൊക്കെ കൃത്യമായിട്ട് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങള്, ക്വൈറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം വെയിറ്റ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ആ പോയിന്റ്സ് വായിച്ചില്ലായിരുന്നോ? അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത റൂം വേണം അവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് എന്താണ് പിന്നെ പറഞ്ഞേക്കുന്നത്, അവർക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും മാഗസീൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളായിരുന്നു നമ്മൾ നോക്കിയത്. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിയോ. ദ പ്രൊവിഷൻ മെൻഷൻ അണ്ടർ ദ സെക്സ്, റേസ് ആൻഡ് ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ ആക്ട് should be completely followed by each interviewer. അപ്പോ നമ്മള് ഈ നമ്മുടെ മെയില് ഫീമെയില് ആ ഒരു പാർഷ്യാലിറ്റി, സെക്സ്, റേസ്, അവരുടെ വംശത്തെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജാതി, ആ ഒരു ബാക്ക്വേർഡ് കാസ്റ്റ്, അങ്ങനെയുള്ള തിരിവുകള്, പിന്നെ അതുപോലെ ഡിസബിലിറ്റി, വൈകല്യങ്ങള്. അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്ക്രിമിനേഷൻ ആക്ട്, അതായത് വിവേചന വിരുദ്ധ നിയമങ്ങള് ട്ടോ. വിവേചന വിരുദ്ധ നിയമങ്ങള്, അത് നമ്മള് ഓരോ ഇന്റർവ്യൂവറും കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതായത് ഇങ്ങനെയുള്ള രീതിയിലൊന്നും പാർഷ്യാലിറ്റി അവിടെ കാണിക്കാൻ പാടില്ല എന്നാ പറയുന്നേ. മെയില് ഫീമെയില് അല്ലെങ്കിൽ അവരുടെ ജാതിയുടെ വെച്ചിട്ട് ഡിസബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ കാണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വിവേചന വിരുദ്ധ നിയമങ്ങള്, അത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മള് ആ ഇന്റർവ്യൂവില് അവര് ഫോളോ ചെയ്യണം. Prejudiced behavior or prejudiced judgment of any kind must be fully avoided or eliminated from the interview and the following discussion. ഇനി prejudice എന്ന് പറഞ്ഞാൽ എന്താ? മുൻവിധി, നമ്മൾ മുൻകൂട്ടിയൊക്കെ പറയുന്ന അല്ലെങ്കിൽ മുന്നുള്ള പെരുമാറ്റങ്ങളോ. അപ്പൊ നമ്മള് എന്താ പറയാ, നേരത്തെ തന്നെ ആ കുട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം, അവരെ സെലക്ട് ചെയ്യാം, അങ്ങനെയുള്ള രീതിയില് ആ ഒരു പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതുപോലെ മുൻവിധിയുള്ള ജഡ്ജ്മെന്റ്, പ്രിജുഡിസ്ഡ് ജഡ്ജ്മെന്റ്, മുൻവിധി. അപ്പൊ നേരത്തെ നമ്മൾ മനസ്സിൽ വെക്കുകയാണ്, അവരെ സെലക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അവരെ കുറച്ച് ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ, ഇതൊക്കെ നമ്മള് ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്റർവ്യൂവില് ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കഷൻസോ ഒന്നും അവിടെ നമ്മൾ നടത്താൻ പാടില്ല. ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ എനി ഇൻഡയറക്റ്റ് റിമാർക്ക് റിഫ്ലക്റ്റിംഗ് എനി കൈൻഡ് ഓഫ് റേസിസം ഷുഡ് ബി അവോയ്ഡഡ് അറ്റ് ഓൾ കോസ്റ്റ്. ഇനി നമുക്ക് ഈ ഇൻഡയറക്റ്റ് റിമാർക്ക് റിഫ്ലക്റ്റിംഗ് എനി കൈൻഡ് ഓഫ് റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയത. അപ്പൊ നമ്മളൊരു എന്താ ഒരു രീതിയിലുള്ള ഒരു
എന്താ പറയുന്നത്, നമുക്ക് അവിടെ ഇൻഡയറക്റ്റ് റിമാർക്കുകള് നേരിട്ടല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആ ഇന്റർവ്യൂവില് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് വില കൊടുത്തിട്ടും പരവശമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ അവിടെ ഒഴിവാക്കണം എന്ന് പറഞ്ഞേക്കണേ. The reason behind selecting or rejecting any candidate should be recorded after the interview has been conducted. ഇനി നമ്മൾ അവരെ ആ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ നടത്തി. ആ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷം നമ്മൾ അവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ ഉള്ള ആ ഒരു റീസൺ ഇല്ലേ, അത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അവരെ സെലക്ട് ചെയ്തെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ അവരെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള റീസൺ ഒന്നിലെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ ഉള്ള റീസൺസ് ഇല്ലേ, അത് എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. Rejection of the candidate should be made exclusively on the basis of he or she incapable of performing the job. ഇനി കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മൾ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഫേവർ ചെയ്തവരുള്ളത് കൊണ്ട് മറ്റുള്ളവരെ റിജക്ട് ചെയ്തു, അങ്ങനെയല്ല. റിജക്ഷൻ എപ്പോഴും മാത്രമേ പറ്റുള്ളൂ. റിജക്ഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഷുഡ് ബി മെയ്ഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ബേസിസ് ഓഫ് ഹി ഓർ ഷീ ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ദ ജോബ്. ആ ജോലി ചെയ്യാൻ അവര് കഴിവില്ല, അവർക്ക് എന്തായാലും ആ ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അങ്ങനെയുള്ളതിന്റെ ബേസിസിന് മാത്രമേ നമ്മൾ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. റിജക്ഷൻ ഓഫ് എ കാൻഡിഡേറ്റ് should be made exclusively on the basis of he or she incapable of performing the job. ആ ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലില്ല, അതുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പറ്റില്ല, അപ്റ്റല്ല ആ ജോലി. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, ആ സെന്റൻസ് ഒന്ന്. അവർക്ക് ആ ജോലി നിർവഹിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ബേസിൽ മാത്രമേ അവര് റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. Decision on selecting the candidate should not be based on racism, sexism and disability. ഇനി നമ്മുടെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു തീരുമാനമില്ലേ, അത് ഈ രീതിയിലാകാൻ പാടില്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. എന്തെങ്കിലും നമ്മൾ അവർക്കുടെ ജാതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ ബേസിലോ, സെക്സിസം മെയില് ഫീമെയില് അല്ലെങ്കിൽ ഡിസബിലിറ്റി അങ്ങനെയുള്ളതിന്റെ രീതിയിലാകാൻ പാടില്ല എന്ന് സെലക്ഷൻ. ഡിസിഷൻ ഓൺ സെലക്ടിങ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഡിസിഷൻ ഈ രീതിയിൽ ഈ ബേസിലാകാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ റേസിസം, സെക്സിസം ആൻഡ് ഡിസബിലിറ്റി. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോട്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മള് ഈ ഒരു ഇന്റർവ്യൂവില് ഡിസ്ക്രിമിനേഷൻ ആക്ട്, അതായത് നമുക്ക് ആ വിവേചന വിരുദ്ധ നിയമങ്ങൾ, അങ്ങനെയുള്ള ഒരു വിവേചനം ഡിസ്ക്രിമിനേഷനും പാടില്ല. അപ്പൊ അതിനെ എതിർക്കുന്ന വിവേചന വിരുദ്ധ നിയമങ്ങള് ഒരു ഇന്റർവ്യൂവില് ആ ഇന്റർവ്യൂവില് കംപ്ലീറ്റ് ആയിട്ട് അവര് ഫോളോ ചെയ്യണം. മുൻവിധിയുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ മുന്നുള്ള ആ ജഡ്ജ്മെന്റോ ഇതൊന്നും നമുക്ക് പാടില്ല, ഒരു ഇന്റർവ്യൂവിന് അവിടെ പാടില്ല. അതെല്ലാം അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി അതിനകത്ത് പറഞ്ഞേക്കുന്നത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് ബിഹൈൻഡ് ദ സെലക്ഷൻ ഓർ റിജക്ഷൻ, സെലക്ട് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നതോ അതിന്റെ വലിയൊരു പ്രത്യേകിച്ചൊരു ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും പാടില്ല എന്നാ. അതിനൊരു ഇൻഡയറക്റ്റ് റിമാർക്കുകൾ, ഇപ്പൊ വേറെ എന്തെങ്കിലും ബേസ് ഇല്ല, അങ്ങനെയല്ല, അത് നേരെ തന്നെ ആയിരിക്കണം. അതിന്റെ വേറൊന്നും അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. ഒരു തെറ്റായ ഒരു പരാമർശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവിടെ. സെലക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? സെലക്ട് ചെയ്യുന്നത് അവരുടെ ഈ റേസിസം, സെക്സിസം, ഡിസബിലിറ്റി എന്നിവയെ ബേസ് ചെയ്തിട്ട് ആകരുത്. ഷുഡ് നോട്ട് ബേസ്ഡ് ഓൺ, ആ രീതിയിലാകരുത്. ഇനി അവരെ റിജക്ട് ചെയ്യുകയാണെങ്കിലോ എങ്ങനെയാവണം? നമുക്ക്
റിജക്ഷൻ എന്ന് പറയുന്നത് ആ കാൻഡിഡേറ്റ്സിന് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ മാത്രം എന്നതിന്റെ പേരിൽ മാത്രമായിരിക്കണം കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ അവര് ഡിസേബിൾഡ് ആണ് എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യാൻ പാടില്ല. ഡിസേബിൾഡ് ആണെങ്കിലും അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, ആ ജോലി ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ അത് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നമ്മള് സെലക്ഷൻ എന്ന് പറയുന്നത് മറ്റ് ഈ റേസിസം, സെക്സിസം, ഡിസബിലിറ്റി എന്നിനെ ബേസ് ചെയ്തിട്ടാകരുത്. പിന്നെ അതുപോലെ തന്നെ അവിടെ റിജക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ ജോലി നിർവഹിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രമായിരിക്കണം റിജക്ഷൻ നടത്താൻ പാടുള്ളൂ. ക്ലിയർ ആയോ പാരഗ്രാഫ്? അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. ഇനി handling applicants ethically is another important aspect to consider when planning and implementing a recruitment program. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുമ്പോഴും ഈ ആപ്ലിക്കൻസിനെ നമ്മൾ എത്തിക്കലി ധാർമ്മികമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വശമാണെന്ന്. ഒരു പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ ആപ്ലിക്കൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട വശങ്ങളാണ്. നമ്മളൊരു ഇന്റർവ്യൂ, നമ്മള് റിക്രൂട്ടിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ആപ്ലിക്കൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അവരെ ധാർമ്മികമായി കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. ഇത് കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണെന്ന്. എങ്ങനെയാ? അവരെ ഒരു റെസ്പെക്റ്റോട് കൂടി അവരെ ട്രീറ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ മുന്നിൽ വരുന്ന കാൻഡിഡേറ്റ്സിനെ ഒരു ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യണം. വിച്ച് ഇൻക്ലൂഡ്സ് റിസീവിംഗ് പ്രോംപ്റ്റ് റെസ്പോൺസ്. അപ്പൊ അത് റെസ്പെക്റ്റോട് കൂടി അവരെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്താ അതിനകത്ത് വരുന്നേ? ഇൻക്ലൂഡ്സ് റിസീവിംഗ് പ്രോംപ്റ്റ് റെസ്പോൺസ്. ഉടനടിയുള്ള റെസ്പോൺസ് അവർക്ക് കൊടുക്കണം. ഉടനടിയുള്ള റെസ്പോൺസ് കൊടുക്കണം. ആൻഡ് ബി ഇൻഫോംഡ് ഓഫ് ദ റിസൾട്ട് ഓഫ് their application. അപ്പൊ അവർക്ക് ആ റിസൾട്ട് ഇല്ലേ, ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, അപ്പൊ അതിന്റെ ആ ഒരു റിസൾട്ട് അത് ഉടനെ തന്നെ അവരെ അറിയിക്കണം. അത് കാൻഡിഡേറ്റ്സിന് അവകാശമാണ് അതെന്ന്. കാൻഡിഡേറ്റ്സിനോട് ഒരു നല്ല ഒരു ബഹുമാനത്തോടു കൂടി പെരുമാറണം. പിന്നെ പെട്ടെന്ന് തൽക്ഷണം പ്രോംപ്റ്റ് റെസ്പോൺസ് ഉടനടി തന്നെ എന്താണ് അവരിൽ നിന്നുള്ള റെസ്പോൺസുകൾ സ്വീകരിക്കണം. അവർക്കുള്ള റിസൾട്ടുകള് ഇപ്പൊ അതിനകത്ത് സെലക്ട് ചെയ്തു എന്നാണെങ്കിൽ ഉടനടി തന്നെ അവരെ അതറിയിക്കണം. ഇതെല്ലാം അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ആപ്ലിക്കൻസിന്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ അവകാശങ്ങളാണ്. There is a limit to how many interviews an interviewer can conduct in a day without losing enthusiasm and energy. നമുക്ക് എനർജി, enthusiasm ഇത് നഷ്ടപ്പെടാതെ, without losing അത് നഷ്ടപ്പെടാതെ എത്ര ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെന്നാ പറയണേ. There is a limit ഉണ്ട് to how many interviews an interviewer can conduct. ഒരു ഇന്റർവ്യൂവറിന് എത്ര ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം, അവർക്കുടെ ആ ഒരു ഉത്സാഹവും എനർജിയും ഒക്കെ നഷ്ടപ്പെടാതെ. അല്ലാതെ ഇഷ്ടപോലെ അങ്ങനെയൊന്നുമില്ല, അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം എത്രയും പറഞ്ഞേക്കണേ? മാക്സിമം ഓഫ് 8 brief low stress half-hour interview should be conducted in a day. അപ്പൊ അവര് നമുക്കറിയാം, ഇന്റർവ്യൂവർ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു 10, 15, 20 ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു എനർജിയും സന്തോഷമൊക്കെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവർക്ക് ആ ഒരു എനർജിയും ഒരു നല്ലൊരു സന്തോഷമൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാക്സിമം 8 brief interview ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ലോ സ്ട്രെസ് half-hour interview should be conducted in a day. അത് വ്യത്യാസപ്പെടും കേട്ടോ. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നേക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് വേരി ചെയ്യാം, അത് വ്യത്യാസപ്പെടാം. ഇന്റർവ്യൂ ഏത് ടൈപ്പ് ജോലിയാണെന്നോ ഇന്റർവ്യൂവറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് അതിന് വ്യത്യാസപ്പെടാം. അത് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇവിടെ പറഞ്ഞേക്കുന്നത് മാക്സിമം എത്ര എണ്ണം പറഞ്ഞേക്കുന്നേ? 8 brief low stress half-hour interview should be conducted in a day.
ഒരു ദിവസം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ എ സെലക്ഷൻ ഇന്റർവ്യൂ. സെലക്ഷൻ ഇന്റർവ്യൂവില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അല്ലാതെ ഇപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റാത്തതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ അത് ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളാണെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കണം. ഒരു ഇന്റർവ്യൂവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണുള്ളത് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കി. Do's while preparing for an interview, a person should follow the following points. Do's എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പറ്റുന്നത്. ഒരു ഇന്റർവ്യൂവില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഡു ഹോംവർക്ക്. ഒന്നാമത്തെ എന്താ? ഹോംവർക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്താ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. വെനസ്ഡേ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ ആസ് യൂഷ്വൽ സാധാരണ പോലെ എനിക്ക് അങ്ങ് പോവുകയാണോ ചെയ്യണ ഇന്റർവ്യൂവിന്? ആണോ? ഇപ്പൊ ബുധനാഴ്ച നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഏതെങ്കിലും നമ്മളൊരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഇതിനകത്തിട്ട് കൊടുത്തു, കമ്പനിയിലേക്ക് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ലെറ്റർ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്ത് അറിയിക്കുകയാണ്, ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് വെനസ്ഡേ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ സാധാരണ പോലെ രാവിലെ എനിക്ക് അങ്ങോട്ട് ഓടി പോവുകയാണോ ചെയ്യണേ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്ന് പ്രിപ്പയർ ചെയ്യും അല്ലെ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം, ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്, ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കും അല്ലെ? നമ്മളത് ഇപ്പൊ ഗൂഗിളിലോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ആ ഇന്റർവ്യൂവിന്റെ പാറ്റേൺസോ അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യും. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. ഡു ഹോംവർക്ക് ചെയ്യുക. The HR manager like those candidates who know about the company and the job position they are applying for. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, HR മാനേജർ എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ഇഷ്ടപ്പെടുന്നേ? കമ്പനിനെ കുറിച്ച്, അപ്പൊ ജോബ് പൊസിഷനെ കുറിച്ച്, നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലേ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ജോബ് പൊസിഷനെ കുറിച്ച്, കമ്പനിനെ കുറിച്ച് നല്ല അറിവുള്ള കാൻഡിഡേറ്റ്സിനെയാണ് HR മാനേജർ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ നമ്മൾ ഏത് കമ്പനിയിലോ ഏത് ജോലിക്കാ നമ്മൾ പോണേ എന്നപ്പോ ആ കമ്പനി ഏതാണെന്നും കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കുന്നതാണ്. അപ്പൊ അതായത് ഇപ്പൊ കമ്പനിയുടെ പേര് പോലും അറിയില്ലാത്ത ഒരാളെ അവിടേക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ? എന്നാൽ അത്യാവശ്യം കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാം, അവിടെ വർക്കിങ്ങുകൾ അറിയാം, എന്തൊക്കെയാണ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ആ കമ്പനിയെ കുറിച്ചും ആ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് പൊസിഷനെ കുറിച്ചും അറിവുള്ള, അതേക്കുറിച്ച് അറിയാവുന്ന ഒരു കാൻഡിഡേറ്റ്സിനെയാണ് HR മാനേജർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഫോർ ദിസ്, അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം കാൻഡിഡേറ്റ്സ് ഹാവ് ടു ഗെയിൻ ദ നോളജ് അബൌട്ട് ദ കമ്പനി. കമ്പനിയെ കുറിച്ചുള്ള അറിവ് നേടണം, നേടുക. Gain knowledge about the company, its establishment, അതിന്റെ സ്ഥാപനങ്ങള്, സക്സസ് മൈൽസ്റ്റോൺ, വിജയത്തിലേക്കുള്ള നാഴികക്കല്ലുകള്, അപ്പൊ അതിന്റെ ബേസ് ഫണ്ടമെന്റൽ കൊണ്ടിങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ, അതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കമ്പനിയുടെ പ്രൊഡക്ട്സ്, സർവീസസ്, ടാർഗറ്റഡ് മാർക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കാൻഡിഡേറ്റ്സ് അറിവ് നേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് പറഞ്ഞ എന്താ? കമ്പനിയെ കുറിച്ച് കാൻഡിഡേറ്റ്സിനെ അറിയാം, ജോബ് പൊസിഷനെ കുറിച്ച് അറിയാം. അപ്പൊ അങ്ങനെ കമ്പനീനെ നന്നായിട്ട് അറിയുന്ന ഒരാളെയാണ് HR മാനേജർ ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ എന്ന് നോക്കണം കേട്ടോ. ഓരോന്നും എടുക്കുമ്പോ നിങ്ങളൊന്ന് നോക്കി പോവുക, ക്ലിയർ ആവുന്നുണ്ടോ എന്നുണ്ടോ.
ഓക്കെ അല്ല ഒന്നാമത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോണേക്കാളും മുന്നേ തന്നെ അത്യാവശ്യം കമ്പനിനെ പറ്റിയും അതിന്റെ ഡേറ്റാസും അവരുടെ സ്ഥാപനങ്ങള് പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ ഹിസ്റ്ററി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് പഠിച്ചൊക്കെ വെക്കണം. ഇനി രണ്ടാമത്തെയാണ് അറൈവ് എർലി ഫോർ ദ ഇന്റർവ്യൂ. ഇനി ഇന്റർവ്യൂവിന് എപ്പോഴാ ചെല്ലണ്ടേ? നേരത്തെ എത്തണം. നമ്മളോട് ഇന്റർവ്യൂവിന്റെ ടൈം 10 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10:05 ചെന്നാ മതിയോ? എപ്പൊ ചെല്ലണം? നമ്മളൊരു 9:30 ആകുമ്പോഴത്തേക്ക് എങ്ങനെ എത്തിയിരിക്കണം അവിടെ. നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം. അല്ലാതെ ഓടിച്ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് റൂമിലേക്ക് കയറാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റിലാക്സ് ആയിരിക്കണം. നമ്മുടെ മനസ്സൊന്ന് കൂളായിരിക്കണം നമ്മള്. എന്നാലാണ് നമുക്ക് അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഇച്ചിരി നേരത്തേക്ക് നമ്മൾ ചെല്ലണം. ഒരു 10 മണി എന്ന് പറഞ്ഞാൽ ഒരു 9:30-ക്കെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ചെന്നിരിക്കണം. അപ്പൊ എപ്പോഴാ? 2 മണിയാണെങ്കിൽ 1:30 ആകുമ്പോഴത്തേക്കെങ്കിലും എത്തിയിരിക്കണം. ഇത് നേരത്തെ നമ്മൾ ചെല്ലണം. അതാണ് രണ്ടാമത് ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യം. എന്താ? അറൈവ് early for the interview. ഇന്റർവ്യൂവിന് നേരത്തെ എത്തണം. The candidate should arrive before the allotted time of the interview. അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈമില്ലേ അതിന് മുന്നേ തന്നെ കാൻഡിഡേറ്റ്സ് എത്തിച്ചേരണം. This will demonstrate their commitment to the work. ഇതെന്താ കാണിക്കുന്നേ? നേരത്തെ എത്തുക എന്നുള്ളത് എന്താ കാണിക്കുന്നേ? ആ വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്, പ്രതിബദ്ധതയാണ്. അല്ലെ? നമ്മൾ ഇത്തിരി നേരത്തെ ചെല്ലുക. ഇപ്പൊ ഏത് സ്ഥലത്താണെങ്കിലും നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ വർക്കിംഗ് ടൈം ചിലപ്പോ 10:05 ആണെങ്കിൽ നമ്മളൊരു 9:30 കഴിയുമ്പോഴത്തേക്കും ഒരു അറ്റ്ലീസ്റ്റ് 9:45 ആകുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുക. അപ്പൊ എന്താണ്? നമ്മൾ ആ വർക്കിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധത. അല്ലെ? നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ചെല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സീരിയസ് ഒന്നും അല്ല. അല്ലെ? എന്തിനോ വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ഇതായിരിക്കും. എന്നാൽ നമ്മള് ആ ജോലി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കത് ചെയ്യാൻ താല്പര്യമുണ്ട്, ആ വർക്കിനോട് നമുക്ക് നല്ല ഇതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ തന്നെ എത്തും. അപ്പൊ ആ ഇന്റർവ്യൂവിന് നമ്മൾ നേരത്തെ എത്തുക എന്ന് പറഞ്ഞത് എന്താണ്? ആ വർക്കിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയാണ് അവിടെ കാണിക്കുന്നത്. If the candidate does not arrive on the time, ഇനി ആ സമയത്ത് എത്തിയില്ലെങ്കിലോ എന്താ പറ്റുക? ആ സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് കാൻഡിഡേറ്റ്സ് എത്തിയില്ലെങ്കിലോ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് നോട്ട് ട്രസ്റ്റ്വർത്തി. അപ്പൊ എന്താ മനസ്സിലാക്കുന്നേ? വിശ്വാസയോഗ്യനല്ല, ട്രസ്റ്റ്വർത്തി. അപ്പൊ ആ കാൻഡിഡേറ്റ്സ് വിശ്വാസയോഗ്യനല്ല. നമ്മുടെ വർക്കിംഗ് ടൈം 10 മണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ 10 മണിയാന്ന് പറഞ്ഞാൽ ആ സമയത്തെങ്കിലും വരണ്ടേ നമ്മള്? അല്ലെ? അത് വൈകി ചെല്ലും. ഇപ്പൊ 10:15 ചെന്നു, 10:30 ചെന്നു എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ അത്രയും പങ്ക്ച്വലല്ല. അല്ലെ? അവർക്ക് ഒരു വിശ്വാസയോഗ്യനല്ല എന്നാണ് അത് കാണിക്കുന്നത്. ആൻഡ് ഫർദർ മേക്സ് എ ബാഡ് ഇംപ്രഷൻ ഓൺ ദ ഇന്റർവ്യൂവേഴ്സ്. അത് മാത്രമല്ല, ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. അല്ലെ? വൈകി ചെല്ലാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ? മോശമായിട്ടുള്ള കാര്യമല്ലേ? അവരൊരു ടൈം നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിന് മുന്നേ തന്നെ നമ്മൾ എത്തണം. അപ്പൊ നേരത്തെ നമ്മൾ എത്തി നമ്മളൊന്ന് റിലാക്സ് ചെയ്തൊക്കെ നമ്മൾ ഇരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു പറഞ്ഞ സമയത്തിന് മുന്നേ ചെല്ലുക എന്നുള്ളത് ആ വർക്കിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഇനി ആ സമയത്ത് അവരെത്തിയില്ലെങ്കിലോ അവൻ വിശ്വാസയോഗ്യനല്ല. അത് മാത്രമല്ല, ആ ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു ചീത്തയായിട്ടുള്ള ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. ക്ലിയർ അല്ലേ രണ്ടെണ്ണവും? ഓക്കെ. ഇനി മൂന്നാമത്തെ നോക്കിയേ, ബ്രിങ് നോട്ട്സ് along to calm nerves. കാം എന്ന് പറഞ്ഞ് ശാന്തമാക്കാം. നമ്മുടെ നെർവ്സിനെയൊക്കെ ശാന്തമാക്കാനുള്ള നോട്ട്സ് കൊണ്ടുവരാണ്. ടെൻഷൻ ഉണ്ടോ? ഒരു ഇന്റർവ്യൂ ആണെന്ന് പറയുമ്പോ ടെൻഷൻ ഉണ്ടാവോ നമുക്ക്? നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? സ്വാഭാവികമാണ്, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ നെർവ്സ് ഒക്കെ, നമ്മുടെ നെർവ്സിനെയൊക്കെ നമുക്കൊന്ന് ശാന്തമാക്കാൻ, ഒന്ന് ഇതാക്കാൻ നമുക്ക് ചെറിയ നോട്ട്സ് കൊണ്ടുപോകാന്ന്. നോട്ട്സ് എടുക്കാം, നോട്ട്സ് തയ്യാറാക്കാം. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് കേട്ടോ, ആ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കൻസ്
ഇന്റർവ്യൂവിന് ചെല്ലുന്ന ആളാണ്. ഇന്റർവ്യൂയി can bring his or her notes to calm down the nerves. This often reflects that the candidate is serious about the job interview and has done his homework. അപ്പൊ നമ്മൾ ചെറിയ നോട്ട്സ് ഒക്കെ ഒന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു 10ാമതാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത്രയും സമയം നമുക്ക് ടൈം കിട്ടൂല അവിടെ. അപ്പൊ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ഫോണിൽ ഇരിക്കാതെ നമുക്ക് എന്താ, നമ്മൾ അത്യാവശ്യം ഒന്ന് റെഡിയാവും. ചെറിയ ബ്രീഫ് നോട്ട് പോലെ നമുക്ക് എഴുതിക്കൊണ്ടുപോകാം ഇന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമുക്ക് ആ കിട്ടുന്ന സമയത്ത് നമുക്കതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. അത് നമുക്കൊന്ന് വായിച്ചൊക്കെ നോക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീ ആവുമല്ലോ നമ്മള് അല്ലെ. അത് മാത്രമല്ല, എന്താണ് അതെന്താ കാണിക്കുന്നത്, this often reflect the candidates is serious about the job interview. ആ candidates ആ job interview നെ അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എന്താണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? This often reflects that the candidates is serious about the job interview. ആ job interview നെ candidates വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. And has done his homework. അത് മാത്രമല്ല, അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അവൻ അവന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി അവിടെ കാണിക്കും. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് അങ്ങനെ നമ്മളൊന്ന് ഫ്രീ ആവാൻ അല്ലേ. നിങ്ങൾ എക്സാമിനൊക്കെ ആണെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെക്കാറില്ലേ? അപ്പൊ നമ്മൾ ആ എക്സാമിന് കയറുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ആ ഷോർട്ട് നോട്ടൊക്കെ നമുക്കൊന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഒന്ന് വായിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആവില്ലേ, നമ്മള് ടെൻഷൻ കുറയൂലേ, നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴ്. അപ്പൊ നമ്മളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നോട്ടും ഇല്ല, ഒന്നുമില്ല, വെറുതെ നമ്മൾ ഇരുന്നു ഓരോരുത്തർ വിളിക്കുന്നത് നോക്കി ഓരോരുത്തർ വന്നതൊക്കെ നോക്കി നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. എന്നാൽ നമ്മുടെ ആ ടൈം ആകുന്നത് വരേക്കും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നോട്ട്സ് നമ്മൾ കൈ കരുതുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ച് ഒന്നുകൂടി നമുക്കൊരു കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അത് മാത്രമല്ല, അവർക്കാണെങ്കിലും എന്ത് തോന്നും, എന്താ കാൻഡിഡേറ്റ്സ് വളരെ സീരിയസ്, നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേക്ക് ഇരിക്കുകയാണല്ലോ, നമ്മളൊന്ന് എന്താ വായിച്ചുകൊണ്ടേക്ക് ഇരിക്കുമ്പോൾ എന്താ നമ്മൾ കാണിക്കുന്ന കാൻഡിഡേറ്റ്സ് ആ ഇന്റർവ്യൂവിന് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരെ അവർ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്. ഒരു നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യാം. ഷേക്ക് ഹാൻഡ് കൊടുക്കൂലേ, ഹാൻഡ് ഷേക്ക്, അത് ഓഫർ ചെയ്യാം. The interviewee must offer a firm handshake as it reflects enthusiasm, confidence and positivity. നമുക്ക് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്കൊന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ തന്ന് ഹാൻഡ് ഷേക്ക് തന്നിട്ട് അവിടെ നമ്മൾ ഇരുത്തുകയാണ്, നമുക്കൊരു എന്താ പറയാ കുറച്ചും കൂടി നമുക്കൊരു സന്തോഷവും ഒരു കോൺഫിഡൻസും ഒരു പോസിറ്റീവ് ഇതും ഉണ്ടാവില്ലേ നമുക്ക് അല്ലേ. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് കുറച്ചും കൂടി നമ്മളൊരു പോസിറ്റീവ് ആക്കല്ലേ അത് ചെയ്യുന്നത്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ. A firm handshake is often considered as a good start of successful interview. ഒരു വിജയകരമായിട്ടുള്ള ഇന്റർവ്യൂ ആരംഭിക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നമുക്ക് അവിടെ പ്ലേസിൽ നമ്മളോട് ഇരിക്കാനൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ. ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ലേ? അവിടെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് നമ്മൾ തരുവാണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതും ഉണ്ടാവും. നമുക്ക് അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാവും, കോൺഫിഡൻസ്, enthusiasm, സന്തോഷമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഷേക്ക് ഹാൻഡ് എന്താ ചെയ്യുന്നത്, ആ ഒരു സക്സസ്ഫുൾ ഇന്റർവ്യൂ അതിന്റെ ഒരു നല്ലൊരു സ്റ്റാർട്ട്, ഒരു തുടക്കം, ഒരു ആരംഭമായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. As many HR managers take the hiring decision in the 2 minutes of ഇന്റർവ്യൂ ആരംഭിച്ച് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും HR മാനേജർ ആ നിയമന തീരുമാനം എടുക്കുന്ന അപ്പോഴത്തേക്കും തന്നെ കാൻഡിഡേറ്റ്സിന് നമുക്ക് അറിയാൻ പറ്റും. ഒരുപാടൊന്നും സംസാരിക്കണമെന്നൊന്നുമില്ല, നമ്മൾ ആ ഒരു HR മാനേജർ എപ്പോഴാണ് ഹയറിംഗ് ഡിസിഷൻ എടുക്കണേന്നൊക്കെ ഇൻ ദ 2 minutes ഓഫ് ദ ഇന്റർവ്യൂ തുടങ്ങി നമ്മൾ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ HR മാനേജർ ഹയറിംഗ് ഡിസിഷൻ എടുക്കും, നിയമന തീരുമാനം എടുക്കും. ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്, നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യാം. ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്, ഒരു നല്ലൊരു ഹാൻഡ് ഷേക്ക് നമുക്ക് അവിടെ ഓഫർ ചെയ്യാം. ഓക്കെ,
ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The interviewee must offer a firm handshake as it reflects enthusiasm, confidence and positivity. ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ, ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. ഇനി നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കണം എന്ന്. തളർന്നൊടിഞ്ഞ് ഒരു ടെൻഷനോ അങ്ങനെയൊന്നും ആയിട്ടൊന്നും പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം. നമുക്കൊരു കോൺഫിഡൻസ് വേണം. എനിക്കത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ എന്താ, സുപ്പീരിയർ ആവാൻ പാടില്ല. നമ്മൾ ഒത്തിരി ഉയർന്ന ഒരു ഇതായിട്ട് എനിക്ക് വലിയ അഹങ്കാരം നമ്മൾ പറയില്ലേ, എനിക്ക് എന്തായാലും കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും പാടില്ല. അവിടെ സുപ്പീരിയറിറ്റി പാടില്ല എന്നാ പറയുന്നത്. സുപ്പീരിയറിറ്റി കാണിക്കാൻ പാടില്ല. The candidates must know the difference between the superiority and the confidence. ഈ കാൻഡിഡേറ്റ്സ് സുപ്പീരിയറിറ്റി എന്താണ്, കോൺഫിഡൻസ് എന്താണ്, അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ഹി ഷുഡ് ബി വില്ലിംഗ് ടു ലേൺ ന്യൂ തിങ്സ്. ഇനി അവർ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. അതായത് എനിക്ക് എല്ലാം അറിയാവുന്നൊരു ഭാവമല്ല. ഇവിടെ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ആയിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. റാദർ ദാൻ ഷോയിങ് ദ സുപ്പീരിയറിറ്റി ഓഫ് ദ ഡൂയിങ് എവരിതിങ്. കണ്ടോ, എല്ലാം അറിയാം, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു അഹങ്കാരമല്ല അവിടെ വേണ്ടത്. എന്താ, എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായിരിക്കണം. അതുപോലെ നോക്കിയേ, if our manager do not like this kind of attitude, as they do not want their employee to arrogant and unwilling to learn organization process and codes of conduct. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ, അവിടെ HR managers do not like this kind of attitude. ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഒന്നും HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയുള്ളത്, they do not want their employee to arrogant. They do not they do not want it to their employee. അവരുടെ എംപ്ലോയി ഒരിക്കലും അരങ്ങത്ത് എന്ന് പറഞ്ഞാൽ അഹങ്കാരി ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ ഒന്നും ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കാൻഡിഡേറ്റ്സിനെ ഒന്നും HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. അരഗന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം എന്നാട്ടോ. ആൻഡ് അൺവില്ലിംഗ് ടു ലേൺ ഓർഗനൈസേഷൻ പ്രോസസ്. ഇനി ഓർഗനൈസേഷന്റെ പ്രോസസ് അത് പഠിക്കാൻ തയ്യാറല്ലാത്ത, അൺവില്ലിങ്, അതിന് തയ്യാറല്ലാത്ത അഹങ്കാരികളായിട്ടുള്ള എംപ്ലോയിനെ ഒന്നും ഒരു മനോഭാവം ഒന്നും HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് കോഡ്സ് ഓഫ് കണ്ടക്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കണം, ബട്ട് സുപ്പീരിയർ ആവാൻ പാടില്ല. അതായത് എനിക്ക് എല്ലാം അറിയാമെന്നോ അഹങ്കാരമുള്ള അങ്ങനെയുള്ള എംപ്ലോയീസിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതായത് എപ്പോഴും എംപ്ലോയീസ് ആ ഓർഗനൈസേഷന്റെ പ്രോസസ്സ്, അതിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാനായിട്ട് എന്താ തയ്യാറായിരിക്കണം. അതിന് അഹങ്കാരികളായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അൺവില്ലിംഗ് ആയിട്ടുള്ള തയ്യാറല്ലാത്ത എംപ്ലോയീസിനെ ഒന്നും HR മാനേജർ അവിടെ ഇഷ്ടപ്പെടുന്നില്ല. അഞ്ചെണ്ണാട്ടോ നമ്മൾ പറഞ്ഞത്. ഒന്നോടെ നോക്കിയേ, ഹോം വർക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാവണം. ഇന്റർവ്യൂവിന് നേരത്തെ തന്നെ ഒരുങ്ങണം. നമ്മൾ ഹോംവർക്ക് ഒക്കെ ചെയ്ത് നമ്മളെല്ലാം പ്രിപ്പയർ ആവണം. പിന്നെ ഇന്റർവ്യൂവിന് നേരത്തെ എത്തണം. എപ്പോഴാണോ സമയം പറഞ്ഞേക്കുന്നത് ആ കറക്റ്റ് സമയത്ത് ഓടി ചെന്ന് കയറാതെ നേരത്തെ തന്നെ ചെല്ലണം. പിന്നെ നമ്മുടെ നേഴ്സിനെയൊക്കെ ശാന്തമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ നോട്ട്സുകളൊക്കെ നമുക്ക് കരുതാം. പിന്നെ ഒരു നല്ലൊരു ഹാൻഡ് ഷേക്ക് കാൻഡിഡേറ്റ്സിന് കൊടുക്കണം. അതായത് അങ്ങനെ ആ ഒരു ഹാൻഡ് ഷേക്ക് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ നല്ല കാൻഡിഡേറ്റ്സിനെ എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്, നല്ലൊരു ഇൻതൂസിയാസം, കോൺഫിഡൻസ്, പോസിറ്റിവിറ്റി, ഇതൊക്കെ അവിടെ റിഫ്ലക്ട് ചെയ്യും. ഇനി അടുത്ത പോയിന്റിൽ അഞ്ചാമത്തെ, ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമുക്ക്, പക്ഷെ എന്നാല് സുപ്പീരിയർ ആവാൻ പാടില്ല. ക്ലിയർ ആണോ നോക്കി? 5 പോയിന്റ്സും വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. വായിക്കണ്ടാന്ന് അപ്പുറത്ത് കുട്ടി പറഞ്ഞേക്കുന്നേ. നസീബ ഒക്കെ തമ്മിട്ടുണ്ട്.
ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ട്? 5 പോയിന്റ്സ് ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. നമ്മളാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി സംശയമൊന്നും ഇല്ലല്ലോ, എന്നാ നമുക്ക് 6ാമത്തെ പോയിന്റ് നോക്കാം. അടുത്ത് നോക്കിയേ, ടേക്ക് ടൈം ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാനായിട്ട് ആവശ്യത്തിന് ടൈം കൊടുക്കണം. എന്താണ് ക്വസ്റ്റ്യൻ, നമ്മളോട് ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ, അപ്പൊ നമ്മൾ അതിന് കുറച്ച് സമയം എടുക്കണം. അതായത് നമ്മൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം പറയാൻ. ഓടി ക്വസ്റ്റ്യൻ പകുതി എത്തുമ്പോഴത്തേക്കും ചാടി കയറി ആൻസർ പറയരുത്. ടേക്ക് ടൈം, സമയം കൊടുക്കണം. എന്തിന്? ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ആവശ്യത്തിന് സമയം കൊടുക്കണം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ begin to formulate an interview in their minds before the speaker has even completed these questions. മിക്ക ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അറിയോ? എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ദ സ്പീക്കർ ഹാസ് ഈവൻ കംപ്ലീറ്റഡ് ഹിസ് ക്വസ്റ്റ്യൻസ്, ആ ചോദിക്കുന്ന ആള് സ്പീക്കർ, അദ്ദേഹം ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആൻസർ പറയാനായിട്ട് ആൻസർ രൂപപ്പെടുത്തും. അവരുടെ മനസ്സിൽ അത് ആൻസർ ഇതാക്കും. അതാണ് ആ ഒരു പ്രവണതയാണ് എല്ലാ കാൻഡിഡേറ്റ്സും തന്നെ കാണിക്കുന്നത്. അതായത് അവര് ക്വസ്റ്റ്യൻ മുഴുവൻ ചോദിക്കണേക്കാൾ മുന്നേ വേണമെങ്കിൽ ചാടി കയറി പറയുന്ന ഒരു ഇത്. അങ്ങനെ പാടില്ല. ദിസ് ഷുഡ് ബി സ്ട്രിക്ട്ലി അവോയ്ഡഡ് ഇൻ ആൻ ഇന്റർവ്യൂ. ഇത് പൂർണ്ണമായിട്ടും ഇന്റർവ്യൂല് ഇങ്ങനെ ഒരു പ്രവണത ഒഴിവാക്കണം. ഇൻസ്റ്റഡ് അതിന് പകരം എങ്ങനെ ചെയ്യണം? The interviewee should take some time to answer the questions by attentively listening to complete question. എങ്ങനെ വേണം പറയാൻ? എങ്ങനെ വേണം? ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് കേട്ടിട്ട്, അവരെന്താ നമ്മളോട് ചോദിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും കേട്ടിട്ട് വേണം അതിന് മറുപടി പറയാൻ. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതെന്താണ് ചോദിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ട് വേണം നമ്മൾ അതിനൊരു മറുപടി കൊടുക്കാനായിട്ട്, അതിന് ആൻസർ കൊടുക്കാനായിട്ട്. ഇനി instead, the interviewee should take some time to answer the question by attentively listening to the complete question. അതായത് complete question ഒക്കെ അവര് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ആലോചിച്ചിട്ട് വേണം അതിന് മറുപടി കൊടുക്കാൻ. ഓൾസോ ഇഫ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് നോ, ഇനി നമുക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? One should be honest about it. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയണം. അറിയില്ലെങ്കിൽ നമ്മൾ അതിനറിയില്ല, എനിക്ക് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വ്യക്തമല്ല, ഒന്നുകൂടി പറയണോ, അങ്ങനെ എന്താണെന്നുള്ള കാര്യം വളരെ സത്യസന്ധമായിട്ട് തന്നെ പറയണം. One should be honest about it. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ സ്പീക്കർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചോദിച്ച് പകുതി എത്തണേക്കായി മുന്നേ ചാടി കയറി ആൻസർ പറയാൻ പാടില്ല. ആ ക്വസ്റ്റ്യൻ മുഴുവനും നമ്മളോട് ചോദിച്ച് അത് പൂർണ്ണമായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആലോചിച്ചിട്ട് വേണം അതിന് ഒരു മറുപടി കൊടുക്കാൻ. അതായത് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആൻസർ പറയരുത്. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്നുള്ളത് തന്നെ വളരെ സത്യസന്ധമായിട്ട് തന്നെ അവിടെ പറയണം. ഇനി അടുത്ത നോക്കിയേ, 7ാമത്തെ പോയിന്റ്, ഹൈലൈറ്റ് യുവർ സക്സസ്. ഇനി നമ്മുടെ വിജയങ്ങൾ എടുത്തു പറയണം, ഹൈലൈറ്റ് ചെയ്യണം. നമ്മുടെ വിജയങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തു പറയണം. Interviewer must highlight their set of successful tasks that display in their success. അവരുടെ വിജയത്തില് ഉള്ള സക്സസ്ഫുൾ ടാസ്കുകള്, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ എന്തെങ്കിലും നമുക്ക് അവരുടെ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലോ, നമ്മൾ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ, വല്ല ട്രെയിനിങ് വേറെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ, അപ്പൊ എന്തായാലും നമ്മുടെ അങ്ങനെയുള്ള നമ്മുടെ സക്സസ്ഫുൾ ടാസ്കുകൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറാനുള്ള ഒരു ഇത് കൂടിയായിരിക്കും. അവരങ്ങനെ എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ നമ്മുടെ ആ വിജയത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പറയണം. ഹൈലൈറ്റ് യുവർ സക്സസ്, നമ്മുടെ സക്സസ്, നമ്മുടെ വിജയത്തെ ഹൈലൈറ്റ് ചെയ്യണം, അത് എടുത്തു പറയണം. അത് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് കേട്ടോ. Interviewer must highlight their set of successful tasks that display their success.
However, such a task should be related to the job post they are applying for. ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം? നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബില്ലേ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ടാസ്കുകൾ. അത് വേറെ ഏതെങ്കിലും അവിടെ പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളല്ല പറയേണ്ടത്. ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ചെയ്ത എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വല്ല ഗിഫ്റ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്തായാലും നമ്മൾ ആ ഒരു വിജയത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയുക, ജോബ് ഹൈലൈറ്റ് യുവർ സക്സസ് എന്ന് പറഞ്ഞത് അത് ജോലിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സച്ച് ടാസ്ക്, അങ്ങനെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി റിലേറ്റഡ് ടു ദ ജോബ്, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ജോബ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അവൻ അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെയുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എട്ടാമത്തെ കേട്ടോ. എട്ടാമത്തെയാണ് നിങ്ങളുടെ ടെക്സ്റ്റില് പിന്നെയും 7 തന്നെയാണോ കൊടുത്തേക്കണേ? 7 തന്നെയാണോ കൊടുത്തേക്കണേ? ആണ്. എട്ടാമത്തെയാണ് കേട്ടോ. ആ നമ്പർ അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്ന എട്ടാമത്തെ. സ്പീക്ക് വിത്ത് ഇൻതൂസിയാസം. എങ്ങനെ വേണം സംസാരിക്കാൻ? എങ്ങനെ വേണം സംസാരിക്കാൻ? നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കണം. Speak with the enthusiasm. നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കണം. Often the HR managers wanted to assess how enthusiastic the candidates is. ഇത്ര നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന കാൻഡിഡേറ്റ്സിനെയാണ് HR മാനേജർ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതായത് നമ്മൾ സങ്കടപ്പെട്ട് വിഷമിച്ച അല്ലെങ്കിൽ നമ്മൾ ഡള്ളായിരിക്കുന്ന അങ്ങനെ ഒരാളെ അല്ല, നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെയാണ്, അങ്ങനെയുള്ള ആപ്ലിക്കൻസിനെയാണ് HR മാനേജർ ഇഷ്ടപ്പെടുന്നത്. Thus the interview must speak with enthusiasm and positivity. അപ്ലൈ ചെയ്തിട്ടോ? അതുകൊണ്ട് ഇന്റർവ്യൂ നമ്മൾ എങ്ങനെയായിരിക്കണം? ഇന്റർവ്യൂവിൽ നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? നല്ല സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവായിട്ട് വേണം നമ്മൾ അത് അവിടെ നമുക്ക് സംസാരിക്കാനായിട്ട്. If a candidate sounds low and dull, അപ്പൊ എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ഞാന് ഒരു ലോ ആയിട്ട് സൗണ്ട് പതുക്കെ ഡള്ളായിട്ട് ഒരു വിഷമിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകുമോ? എല്ലാത്തിനും ഞാൻ ആൻസർ പറഞ്ഞാൽ പോലും അല്ലെ, അത് അത്രയും നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കില്ല. The candidates in the low dull ആണെങ്കിൽ it will not make a impression on that interviewer. ഇന്റർവ്യൂവിന്റെ ഇടയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല. Even if he or she asked all the questions, എല്ലാ ക്വസ്റ്റ്യനും ഇന്റർവ്യൂർ ചോദിച്ച എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞു, പക്ഷെ ഒരു എനർജറ്റിക് അല്ലാതെ നമ്മൾ ഒരു എന്താണ് ലോ സൗണ്ടില് ഡള്ളായിട്ട് സൗണ്ട് കുറവ് ഒരു പോലെ വ്യക്തമല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് നമുക്ക് ആ ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവില്ല എന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം? നല്ലൊരു സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവായിട്ട് വേണം, ഒരു പോസിറ്റിവിറ്റി അങ്ങനെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. നമ്മളൊരു ആൻസർ അറിയില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ടേ നല്ലൊരു എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിൽ കുറച്ചും കൂടി ഇംപ്രഷൻ ഉണ്ടാകും. മനസ്സിലായോ പറയുന്നത്? മനസ്സിലായി പോരുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ. ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കിയേ. അടുത്ത് നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ പൊസിഷനിൽ ഏത് ജോലി ഏത് പൊസിഷനാണോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. മനസ്സിലായോ? ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ. പൊസിഷനുമായി ബന്ധപ്പെട്ട, അല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദിക്കാന്നല്ല പറഞ്ഞത്. ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ജോബ് പൊസിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചോദിക്കാം. ദ ഇന്റർവ്യൂവി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ജോബ് പൊസിഷൻ. ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ HR മാനേജറിനോട് ചോദിക്കാം. This shows that. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ എന്താ? This shows that the candidates is really interested in the job. ആ candidates ശരിക്കും ആ ജോലിയിൽ താല്പര്യം ഉണ്ടെന്നല്ലേ കാണിക്കുന്നത് അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയി, പക്ഷെ എനിക്ക് ആ ജോലി ഇഷ്ടമല്ല, ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോരും.
ഇല്ലേ? പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഞാൻ ആ ജോലിക്ക് നിൽക്കണില്ല, എനിക്ക് താല്പര്യമുള്ളതാണെന്ന് എനിക്കറിയാലോ. അപ്പൊ എനിക്ക് അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടൂല. എന്നാ ആ ജോലി ശരിക്കും വേണം, അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് ശരിക്കും താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കും, അത് ക്ലിയർ ചെയ്യും. ശരിയല്ലേ? ആണോ? നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മള് ജസ്റ്റ് നമ്മൾ ഇരുന്നു ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഒരു സംശയമില്ല. എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ മിസ്സിനോട് ചോദിക്കൂലേ, മിസ്സിന് അതെനിക്ക് മനസ്സിലായില്ലോ, അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാറില്ലേ? അതിന് ശരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെയാ, എനിക്ക് ആ ജോലി വേണ്ട, എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വെറുതെ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തള്ളി ഉന്തി നീ എന്തായാലും ആ ഇന്റർവ്യൂവിന് പോയേ പറ്റുള്ളൂ, എന്തായാലും വന്നതല്ലേ എന്നുള്ളൂ. പക്ഷെ എനിക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. എന്നാ എനിക്ക് ആ ജോലി വേണം, എനിക്കത് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എനിക്ക് എന്തെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്യും. അല്ലെ? ഇതിങ്ങനെയാണോ, എനിക്ക് താല്പര്യം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ചോദിക്കണേ, അല്ലെ? ആ ജോലിക്ക് നമ്മൾ പോണം, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടണം എന്ന് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതേ കുറിച്ച് ചോദിക്കണേ. താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ശരിയല്ലേ? പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ ചോദിക്കേണ്ടി ഒന്നുമില്ല, മിണ്ടാതെ അങ്ങോട്ട് പോരുള്ളൂ. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ്, the interviewee can ask questions about the job position with the HR manager. ഇന്റർവ്യൂക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട HR മാനേജറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. This shows that എന്താ കാണിക്കുന്നത്, the candidates is really interested in the job. Candidates ആ ജോലിക്ക് യഥാർത്ഥത്തില് താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. നാടമായി ചെയ്തിട്ടേ. This shows that the candidates is really interested in the job. കാൻഡിഡേറ്റ്സിന് യഥാർത്ഥത്തില് ആ ജോലിക്ക് താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. Also asking questions about the position help the interviewee to know whether he or she is appearing for the right job interview. ഇനി നമ്മള് ഈ ജോബ് പൊസിഷനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയല്ലേ, അത് എന്തിനു സഹായിക്കും? ടു വെദർ ഹി ഈസ് അപ്പിയറിംഗ് ഫോർ ദ, നമ്മള് ആ ശരിയായ ജോബ് ഇന്റർവ്യൂവിനാണോ നമ്മൾ ചെന്നത്, അല്ലെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാലോ. അപ്പൊ ചോദിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ശരിയായ ജോബ് ഇന്റർവ്യൂവിനാണോ നമ്മൾ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അതിനാണോ നമ്മൾ അറ്റൻഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ്, ആ ജോബ് പൊസിഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. അതായത് നമുക്ക് ആ ഇന്റർവ്യൂല് ഏത് ജോലിയാണോ ആ ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇന്റർവ്യൂല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ, പൊസിഷനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്തതാണ് ടേക്ക് നോട്ട്സ്. അടുത്ത് ചെയ്യാൻ പാടുള്ള കാര്യമാണ് കേട്ടോ. ടേക്ക് നോട്ട്സ് എടുക്കാവുന്നത്. The candidates can bring note containing information about the company and the job position. കമ്പനിയെ കുറിച്ച് ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ, അതുള്ള നോട്ട്സ് കാൻഡിഡേറ്റ്സിന് എടുക്കാം. ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ ഹോംവർക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ നോട്ടൊക്കെ തയ്യാറാക്കി വെക്കാം നമുക്ക്. അപ്പൊ അത് ഇന്റർവ്യൂവിന് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. The candidates can bring notes containing information about the company and the job position. ആ കമ്പനിയെ കുറിച്ച് ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നോട്ട്സുകള് അത് കാൻഡിഡേറ്റ്സിന് തയ്യാറാക്കാം. Also the candidates can add the information to their notes. നമുക്ക് എന്താ, നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. by noting down the data during the interview. ആ ഇന്റർവ്യൂല് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പുതിയ കാര്യങ്ങൾ അത് കാൻഡിഡേറ്റ്സിന് ഇൻഫർമേഷൻസ് അവർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. This will reflect, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ കാണിക്കുന്നത്, the interviewee interest in the job. ആ ഇന്റർവ്യൂയി ആ ജോലിയിൽ താല്പര്യമുണ്ട്, എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മതിയില്ലേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല.
അപ്പൊ ആ ഡീറ്റെയിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് ഒക്കെ കാൻഡിഡേറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഇന്റർവ്യൂ ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ആ ഇന്റർവ്യൂയുടെ താല്പര്യമാണ്, ആ ചോദ്യത്തിലുള്ള താല്പര്യമാണ് കാണിക്കുന്നത്. ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ റിമെമ്പറിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹി മൈറ്റ് വാണ്ട് ടു ആസ്ക് ദ ഇന്റർവ്യൂവർ. പിന്നെ അത് കൂടാതെ നമുക്ക് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആ നോട്ട് നമ്മുടെ കയ്യിൽ ഇല്ലേ, ആ നോട്ട്സ് എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പ് ഇൻ റിമെമ്പറിംഗ് ക്വസ്റ്റ്യൻസ്. നമുക്കതൊന്ന് ക്വസ്റ്റ്യൻസ് റിമൈൻഡ് ചെയ്യാൻ. ദാറ്റ് വിൽ മൈറ്റ് വാണ്ട് ടു ആസ്ക് ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവിനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത് ഓർമ്മപ്പെടുത്താനും ഈ നോട്ട്സ് സഹായിക്കും. ഓക്കെ. ആ ഇന്റർവ്യൂവറിനോട് നമ്മൾ കാൻഡിഡേറ്റ്സ് ചോദിക്കാൻ ആഗ്രഹിച്ചേക്കാവുന്ന കാര്യങ്ങളില്ലേ, ആ ഇന്റർവ്യൂവിനോട് കാൻഡിഡേറ്റ്സ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് അതും ഒന്ന് ഓർമ്മപ്പെടുത്താനും ഈ നോട്ട്സ് സഹായിക്കും. ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത് ബാക്കിത്തെ നമ്മൾ 5 വരെയല്ലേ പറഞ്ഞത്. 6ാമത്തെ എന്താ? നമ്മളൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് പറയാൻ നമ്മൾ ആവശ്യത്തിന് ടൈം കൊടുക്കണം. അതായത് ക്വസ്റ്റ്യൻ ശരിക്കും അവരെന്താ നമ്മളോട് ചോദിക്കുന്നത് അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ പറയാൻ. പിന്നെ നമ്മുടെ സക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അത് മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ വിജയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കണം. പിന്നെ നല്ലൊരു സന്തോഷത്തോടു കൂടി, ഇൻതൂസിയാസം, നല്ല സന്തോഷത്തോടു കൂടി വേണം സംസാരിക്കാനായിട്ട്. പിന്നെ ജോബ് പൊസിഷനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാം. പിന്നെ നോട്ട്സ് നമുക്ക് കയ്യിലെടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ എന്നൊന്ന് വായിച്ചു നോക്കട്ടോ ബാക്കിയിട്ട് 5 കൂടി. പത്ത് പോയിന്റ്സ് ഉണ്ട് അല്ലെ, ടേക്ക് നോട്ട്സ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണോ പിള്ളേരെ? മനസ്സിലാവണ്ടോ നിങ്ങക്ക്? ഇതൊന്ന് വായിച്ചു വെക്കണോട്ടോ. ഓക്കെ, ഇനി ഇന്റർവ്യൂവിൽ ചെയ്യാൻ പാടില്ലാത്ത, അപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കിയ, ഇനി എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തതിനും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു ഇന്റർവ്യൂവിന് ചെയ്യാൻ നമ്മൾ പാടില്ലാത്തത്? ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, ആരും ചെയ്യരുത്. എന്തൊക്കെയാന്ന് നോക്കിയേ. While preparing for an interview, a person should be cautious about the following points. ഈ പറയുന്ന പോയിന്റ്സ് അതേക്കുറിച്ച് എന്താണ് കോഷ്യസ് ആയിരിക്കണം, അവര് ഒരു നല്ലൊരു ജാഗ്രത പാലിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. While preparing for an interview, ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേഴ്സൺ ഇതേക്കുറിച്ച് ഒരു ജാഗ്രത പാലിക്കണം. ഒന്നാമത് നോക്കിയ ഡ്രസ്സിംഗ് കാഷ്വലി ചെയ്യാൻ പാടില്ല. കാഷ്വൽ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അല്ലെ? സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടോണ്ടാണോ നമ്മൾ ഇന്റർവ്യൂവിന് പോണത്? ആണോ? സാധാരണ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഓക്കെ, നസീബ് കുട്ടി ഇട്ടുണ്ട് ഇവിടെ. നോന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയാ, നിങ്ങൾ ഇതുപോലെ ഒന്ന് റെസ്പോണ്ട് ഒക്കെ ഇട്ടാലാണ് എനിക്കൊരു ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്നാമതിന് നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഒരു സ്ക്രീനിൽ നോക്കിയിരുന്നാ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ അവിടെ ഉണ്ടോന്ന് കൂടി എനിക്ക് അറിയണ്ടേ. ഇപ്പൊ ഇതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം പോരുന്നുണ്ടോ, നിങ്ങളത് മനസ്സിലാക്കണ്ടോ എന്നുള്ളത് എന്താ പറയാ, എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാലാണ് എനിക്ക് ആ ഒരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇന്റർവ്യൂ ഷുഡ് നോട്ട് ബി ഡ്രസ്ഡ് ഇൻ കാഷ്വൽ വേ. സാധാരണ വസ്ത്രം ധരിക്കരുത്. സച്ച് റിഫ്ലക്ട് ആൻ അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ജോബ് പൊസിഷൻ. അതെന്താ റിഫ്ലക്ട് ചെയ്യുന്നേ? അതെന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? ആ എന്താണ്, ആ ഇന്റർവ്യൂവിനെ അവര് സീരിയസ് ആയിട്ടല്ല കാണുന്നത്. അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ജോബ് പൊസിഷൻ. ആ ജോബ് പൊസിഷനുമായി ബന്ധപ്പെട്ട് സീരിയസ് അല്ല, അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് അല്ലെ. എനിക്ക് ആ ജോലി വേണ്ടാന്നാണെങ്കിൽ ഞാൻ വളരെ ഫ്രീ ആയിട്ട് അങ്ങ് പോകും. എന്ന് എനിക്കത് കിട്ടണം എന്ന് എന്റെ മനസ്സ്, നല്ല സീരിയസ് ആയിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂവിനെ കാണുന്നെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുള്ളൂ കേട്ടോ.
അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടരുതെന്നാ പറഞ്ഞേക്കുന്നത്. The candidates must be dressed formally. എങ്ങനെ വേണം ധരിക്കാൻ? Formally, ഫോർമൽ ആയിട്ട്, ഔപചാരികമായിട്ടുള്ള ഡ്രസ്സ് തന്നെ ധരിക്കണം. Even if the company's uniform is casual. കമ്പനിയുടെ യൂണിഫോം കാഷ്വൽ ആണെങ്കിലും കാൻഡിഡേറ്റ്സ് എന്താ ഫോർമൽ ആയിട്ട് തന്നെ ഡ്രസ്സ് ധരിക്കണം. അല്ലേ? നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അങ്ങനെയല്ലേ? ആൺപിള്ളേരാണെങ്കിൽ നല്ല ചെയ്തൊക്കെ നല്ല തേച്ച് നല്ല ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് ഒക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കരുത്, സാധാരണ ഡ്രസ്സ് ധരിക്കരുത്. രണ്ടാമത്തെ നോക്കിയേ, വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. ഈ ഇന്റർവ്യൂവേഴ്സിന്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല, അതിക്രമിച്ച് കടക്കരുത്. ഇന്റർവ്യൂവറിന്റെ ഒരു സ്പേസ് ഉണ്ട് അല്ലെ? ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് അതിക്രമിച്ച് കടക്കരുത്, അത് ലംഘിക്കരുത്, വയലേറ്റ് ചെയ്യരുത്. Everyone has a personal space. ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഇന്റർവ്യൂക്കൊക്കെ പ്രത്യേക സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഹിൻഡറിങ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക. The personal space of the interviewer can be അൺകംഫർട്ടബിൾ. അപ്പൊ ഈ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് മറയ്ക്കുമ്പോൾ എന്താണ്? അവർക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും, കംഫർട്ട് അല്ല. ഇപ്പൊ നേരെ നോക്കി വേണ്ടേ? ഇപ്പൊ നിങ്ങൾ എന്റെ മുഖം കാണുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ മിക്കവാറും തന്നെ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കുന്നത്. ഞാൻ ഓഡിയോ മാത്രം മ്യൂട്ട് ചെയ്യാറുള്ളൂ, വീഡിയോ മ്യൂട്ട് ചെയ്യാറുള്ളൂ ഇവിടെ നിന്ന് അധികം. പിന്നെ ഇടയ്ക്കെങ്ങാനും ഉണ്ട്, ഒത്തിരി ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും എന്നെ കാണുന്നുണ്ട്. ഇപ്പൊ എന്നെ കാണാതെ വേറെല്ലായിടത്ത് ഞാൻ ഇതിന്റെ ഒരു മൂലക്ക് പോയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അതൊരു കംഫർട്ട് ആവുമെന്ന് തോന്നുന്നുണ്ടോ? കംഫർട്ട് ആവോ? അതുപോലെ ഇന്റർവ്യൂവറും ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് വേണം ഇന്റർവ്യൂ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഇന്റർവ്യൂവർ ഇരിക്കുന്നു, ഇന്റർവ്യൂവറിന്റെ ബാക്കില് കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ ഒരു കംഫർട്ടബിൾ ആവോ? അല്ല. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, അതിനെ ലംഘിക്കാൻ പാടില്ല. Therefore, the interviewee must not try to hinder the personal space of the interviewer by any means. ഏതൊരു രീതിയിലാണെങ്കിലും എന്താണ് ആ പേഴ്സണൽ സ്പേസ് മറയ്ക്കാൻ പാടില്ല. Therefore, the interviewee must not try to hinder the personal space of the interviewer by means, any means. ഏതൊരു രീതിയിലും സ്പേസ് ഹിൻഡർ ചെയ്യാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയോ? കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, പിന്നെ ഇന്റർവ്യൂവറിന്റെ ആ പേഴ്സണൽ സ്പേസിനെ മറയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇനി മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി അവിടെ ഇന്റർവ്യൂവർ മാത്രമൊന്നും അല്ലല്ലോ അല്ലെ, അവിടെ ആരുണ്ടാവും? സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും, ലോവർ ലെവലിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അടുത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യ മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. സപ്പോർട്ട് സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. Mistreating the support employee or lower level staff members reflect an inhuman and disrespectful nature. ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ അവിടെയുള്ള മറ്റുള്ള സ്റ്റാഫുകളോട് മോശമായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ ഒരു എന്താ പറയാ, മോശമായി പെരുമാറുന്നത് നമുക്ക് എന്താണ്? നമ്മുടെ ഒരു സ്വഭാവത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് അല്ലെ? മനുഷ്യരഹിതവും ആദരവില്ലാതെ അല്ലെ? ആദരവില്ലാതെ അല്ലെങ്കിൽ അവരോടൊരു നമ്മളൊരു റെസ്പെക്ട് കാണിക്കണം ശരിക്കും എവിടെയാണെങ്കിലും. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവിടെ ഏറ്റവും മാനേജറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹെഡിന്റെ അടുത്ത് മാത്രമല്ല, നമ്മൾ ലോവർ ലെവലിലുള്ളവരോട് കുറച്ച് റെസ്പെക്ട് ആയിട്ട് തന്നെ നമ്മൾ പെരുമാറണം. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണ് ആ കാണിക്കുന്നത് ശരിക്കും അല്ലെ? ഇൻഹ്യൂമൻ, മനുഷ്യരഹിതവും ഡിസ്റെസ്പെക്ട്ഫുൾ നേച്ചർ, നമ്മൾ റെസ്പെക്ട് ഇല്ലാത്ത പെരുമാറ്റമാണ് അങ്ങനെ കാണിക്കുന്നത്. ദിസ് കാൻഡിഡേറ്റ്സ് ഷുഡ് നോട്ട് മിസ്ട്രീറ്റ് എനി പേഴ്സൺ. ഒരൊറ്റ ഒരാളോട് പോലും മിസ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറാൻ പാടില്ല. The candidates thus should not mistreat any person and may pay respect to everyone in the office. എന്ത് ചെയ്യണം? എല്ലാവരോടും, ആ ഓഫീസിലുള്ള എല്ലാവരോടും റെസ്പെക്ട് കാണിക്കണം. ഓഫീസിലുള്ള എല്ലാവരോടും എങ്ങനെയായിരിക്കണം? റെസ്പെക്റ്റോടുകൂടി തന്നെ പെരുമാറണം.
അപ്പൊ അത് അവരുടെ എന്താണ് നമ്മളിപ്പോ ഒരു റെസ്പെക്ട് ഇല്ലാതെ കാണിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മോശമായിട്ടുള്ള ഒരു ഇതാണ് അവിടെ പ്രകടമാകുന്നത് അല്ലേ? നമ്മളോട് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ധിക്കരിച്ച് സംസാരിക്കാനോ ഇതൊന്നും പാടില്ല നമ്മള്. അപ്പൊ ആ സപ്പോർട്ട് സ്റ്റാഫ് ആണെങ്കിൽ പോലും അവരോട് മോശമായിട്ട് പെരുമാറരുത്. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്, മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ആ ലോവർ ലെവൽ സ്റ്റാഫിനോട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം. The candidates thus should not mistreat any person. ആരോടും ഒരു മോശമായിട്ട് പെരുമാറരുത്. And must pay respect to everyone in the office. ആ ഓഫീസിലുള്ളവര് എല്ലാവരോടും ബഹുമാനത്തോടു കൂടി തന്നെ പെരുമാറണം. ഓക്കെ ആണല്ലോ? ചെയ്യാൻ പാടില്ലാത്തത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, ഇന്റർവ്യൂവിന്റെ പേഴ്സണൽ സ്പേസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, സപ്പോർട്ട് സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു വെക്കാം. ഇന്ന് ഇതിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് വരും. അത് നിങ്ങൾ നാളത്തേക്ക് കിട്ടും. അതുകൂടി നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ എക്സാമിന് മാത്രമല്ല അല്ലാതെയും കൂടി നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. അതായത് നിങ്ങൾക്കാണെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമാകും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.